നേമം മണ്ഡലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സേവന സൗകര്യം ഉൾപ്പെടെയുള്ള MLA ഓഫീസ് ജൂൺ ആദ്യവാരം പ്രവർത്തനം ആരംഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA അറിയിച്ചു. വികസന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനം കാണിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാവുമെന്നും നേമത്തെ ജനങ്ങൾ തന്നെ MLA ആക്കിയത് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേമം മണ്ഡലത്തിലെ എസ്റ്റേറ്റ്, കരുമം, കാലടി വാർഡുകളിൽ നടന്ന നന്ദി നേമം എന്ന പൌരസ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. എല്ലാ ആഴ്ചയും 2 ദിവസം MLA ഓഫീസിലും 1 ദിവസം BJP സംസ്ഥാന ഓഫീസിലും ജനങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതിന് പുറമെ ഫോണിലൂടെയും ഇമെയിലൂടെയും തന്നെ ബന്ധപ്പെടാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ 2 മാസം കൂടുന്തോറും വാർഡ് തല ജനസമ്പർക്കങ്ങൾ മേയറെയും ഡെപ്യൂട്ടി മേയറെയും അതാത് വാർഡ് കൌൺസിലർമാരെയും ഉൾപ്പെടുത്തി നടത്തുമെന്നും നേമത്ത് വികസനം കൊണ്ടുവരാൻ തിരുവനന്തപുരം നഗരസഭ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നിവകളോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നും MLA അറിയിച്ചു. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, BJP സംസ്ഥാന സമിതി അംഗം മഹേശ്വർ നായർ, കരുമം വാർഡ് കൌൺസിലറും ഡെപ്യൂട്ടി മേയറുമായ ആശാനാഥ്, കാലടി വാർഡ് കൌൺസിലറും നഗരസഭ പൊതുമരാമത്ത് ചെയർപേഴ്സണുമായ മഞ്ജു GS, എസ്റ്റേറ്റ് വാർഡ് കൌൺസിലർ അഭിലാഷ്, ആറ്റുകാൽ മണ്ഡലം പ്രസിഡന്റ് കോളിയൂർ രാജേഷ്, കാലടി വാർഡ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ലിജു നായർ എന്നിവർ പ്രസംഗിച്ചു. BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനം കാണിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും നേമം MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നേമത്തെ ജനങ്ങൾ തന്നെ MLA ആക്കിയത് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിനു പുറമെ ഫോണിലൂടെയും ഇമെയിലൂടെയും തന്നെ ബന്ധപ്പെടാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ 2 മാസം കൂടുന്തോറും വാർഡ് തല ജനസമ്പർക്കങ്ങൾ നടത്തും. ഇതിൽ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഉൾപ്പെടുത്തും. വികസനം കൊണ്ടുവരാൻ തിരുവനന്തപുരം നഗരസഭ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നിവകളോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നും നേമം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, വെള്ളക്കെട്ടിനുള്ള പരിഹാരം എന്നിവയിലായിരിക്കും തന്റെ ആദ്യ ഇടപെടൽ ഉണ്ടാവുകയെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ജനാധിപത്യത്തിൽ പൂട്ടും താക്കോലും ജനങ്ങളുടെ പക്കലാണെന്നും നേമത്ത് വരാനിരിക്കുന്നത് വികസനത്തിന്റെ നാൾവഴികളായിരിക്കുമെന്നും തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ നിന്ന് 2 MLAമാർ ഉണ്ടായതും കോർപ്പറേഷൻ ഭരണം ലഭിച്ചതും തിരുവനന്തപുരം നഗരവാസികളിൽ BJPയിൽ അർപ്പിച്ച വലിയ വിശ്വാസത്തിന്റെ തെളിവാണെന്നും പരിപാടിയിൽ സംസാരിച്ച BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും പറഞ്ഞു. അതിനിടെ MLAമാരുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി BJP. ചരിത്രത്തിൽ ആദ്യമായി 3 BJP MLAമാരാണ് കേരള നിയമസഭയിലേക്ക് എത്തിയത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് BJPയുടെ 3 MLAമാരും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായിട്ട് നിയമസഭയിലേക്ക് എത്തിയത്. BJPക്ക് ഇത് ചരിത്ര ദിനമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് പുതിയ രാഷ്ട്രീയം, പുതിയ കാഴ്ചപ്പാട്. ഇനി മോദിയുടെ വികസന രാഷ്ട്രീയം കേരള നിയമസഭ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന് ആര് നന്മ ചെയ്യുന്നുവോ അവർക്കൊപ്പം നിൽക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കേരളം മാറേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള അനാവശ്യ വിവാദങ്ങളും പരസ്പര ആരോപണ രാഷ്ട്രീയവും സമൂഹത്തിന് ഗുണകരമല്ല. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന നയങ്ങളും വികസന പദ്ധതികളും മുന്നോട്ട് വെക്കേണ്ട സമയമാണിത്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, വിലക്കയറ്റം, ലഹരി വ്യാപനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലാകണം രാഷ്ട്രീയ ചർച്ചകൾ കേന്ദ്രീകരിക്കേണ്ടത്. വൈരാഗ്യവും വിഭജനവും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയത്തിനു പകരം പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്ന ഉത്തരവാദിത്തപരമായ രാഷ്ട്രീയ സമീപനമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ട് വികസിത കേരളത്തിലേക്ക് നമുക്ക് മുന്നേറാമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.